ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ. ഈ ഫാമിലി ചാനലുകൾ നമ്മളിങ്ങനെ ഇത്രമാത്രം വ്യൂസ് ഉണ്ട്, അവർ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹമാണ് കിട്ടണേ എന്നൊക്കെ പറഞ്ഞാലും ഒരു വശത്ത് ഇങ്ങനെയൊക്കെ താരാട്ടുമ്പോഴും അവരുടെ ആ ഫ്രെയിം, ആ വീഡിയോകളിൽ പെട്ടിരുന്ന അച്ഛൻ, അമ്മ, അനിയൻ, അയാളുടെ ഭാര്യ, ആ ഫ്രെയിമിൽ നിന്ന് ഈവൻ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ ആ പൂച്ചക്കുട്ടി ഇല്ലാതായ പോലും സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുക ആ പൂച്ചക്കുട്ടി എവിടെയത്. ഒരു 1.5 മാസം മുമ്പ് വരെ അവർ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഓരോ വീഡിയോകളും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരുന്ന സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് എവിടെയാണ് അച്ഛൻ, എവിടെയാണ് അമ്മ, എവിടെയാണ് കൊച്ചു എന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. അയാളുടെ ഭാര്യയുടെ പ്രസവത്തിൻ്റെ സമയത്ത് അയാൾ 2 ഹോസ്പിറ്റലുകളിൽ അവർ നേരിട്ട ചെറിയ പ്രസവത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഉൾപ്പെടെ ഇരുന്ന് പറയുമ്പോഴും അച്ഛൻ എവിടെ, അമ്മ എവിടെ, കൊച്ചു എവിടെ എന്നാണ് അതിൻ്റെ അടിയിൽ മുഴുവൻ കമൻ്റ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും തന്നെ ആ കുഞ്ഞിൻ്റെ പ്രസവ സമയത്ത് അതിനെയൊക്കെ ഫേസ് ചെയ്ത് അയാൾ വളരെ സങ്കടത്തോടു കൂടിയ ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്നും അത് കഴിഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നപ്പോഴാണ് ഈ അച്ഛനും അമ്മയും കൊച്ചും തമ്മിൽ ചെറിയൊരു പിണക്കുണ്ടായി. എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എനിക്ക് പെട്ടെന്ന് അഡ്രസ്സ് ഇല്ലാതായിപ്പോയി, എൻ്റെ കുഞ്ഞിനെ ജനിക്കണ സമയത്ത് എഴുതാൻ അഡ്രസ്സ് പോലും ഇല്ലാതായിപ്പോയി എന്നൊക്കെ വളരെ നാടകീയമായ രീതിയിൽ അയാളും അയാളുടെ ഭാര്യയും കൂടി എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മളത് കണ്ടിരുന്നത്. ഇന്ന് അച്ഛനും അമ്മയും അനിയനും കൂടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അതായത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം അച്ഛനും അമ്മയ്ക്കും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വിഷമങ്ങൾ, ഇതൊക്കെ ആ അനിയൻ ഇരുന്ന് പറയുന്നുണ്ട്. 1.5 മാസമായി ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല, അത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 1.5 മാസമായി ആ വീട്ടിൽ ചില പഴക്കങ്ങൾ നടക്കുന്നു. മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യ, അയാൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞ്, സ്വാഭാവികമായിട്ട് ഭാര്യയ്ക്ക് അയാൾ ഓവർ കെയറിങ് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം അപ്പുറത്തെ ഭാഗത്തു നിന്നുണ്ടാവാം. ഇത്രമാത്രമൊക്കെ കാണിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ അമ്മയുടെ മനസ്സിലെങ്കിലും ആ ചോദ്യം ഉണ്ടാവാം. ഞാനും ഇപ്പം 2 കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ എന്നൊക്കെ ഒരു തലമുറ മുമ്പേ ഉള്ള നമ്മൾ ഉൾപ്പെടുന്ന അമ്മമാരെ ഇതൊക്കെ ഇത്ര കാണിച്ചു കൂട്ടാനുണ്ടോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി മരുമകൾക്കാണെങ്കിൽ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണ്, എന്നാൽ പിന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലോകത്തേക്ക് പൊക്കൂടെ പ്രവീണേട്ട എന്ന് ചിന്തിക്കുന്ന ഒരു മരുമകൾ, അവരെയും തെറ്റു പറയാൻ പറ്റില്ല. ഇന്നത്തെ സമൂഹത്തിൽ പ്രൈവസി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. വളർന്നു വരുന്ന കുഞ്ഞിന് തങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്വതന്ത്ര ലോകത്തിൽ വളരണം. അതിനുവേണ്ടി ചെറിയൊരു തീപ്പൊരി ഇപ്പുറത്തുനിന്നുണ്ടാകുമ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, അഗ്നിഗോളം പോലെ ആക്കാനായിട്ട് ഇപ്പുറത്തും ശ്രമിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. അണുകുടുംബമാവാനുള്ള ഒരു കൊതി, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഒക്കെ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോവാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു കാര്യം വേണം എന്നുള്ള രീതിയിൽ അവരും ആ പ്രസവ സമയത്ത് പിണങ്ങി മാറി. അച്ഛനും അമ്മയും അനിയനും ഉൾപ്പെടെ ആ ആസ്പത്രി കിടക്കയിൽ വന്നിട്ടും അവരുടെ സാന്നിധ്യം വീഡിയോയിൽ കാണിച്ചില്ല. ഈ കുഞ്ഞ് വന്നതിന് ശേഷവും ഇവരുടെ ബർത്ത്ഡേ ആഘോഷം ആ ഹോസ്പിറ്റൽ കിടക്കയിൽ ഇരുന്ന് അവർ കേക്ക് മുറിക്കുന്നതൊക്കെ കാണിക്കുമ്പോഴും അച്ഛനും അമ്മയും അനിയനും ഒരു വാതിലിനപ്പുറം വളരെ സങ്കടത്തോടു കൂടി ഇവരുടെ അവഗണന സഹിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് അവർ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും വിഷമം തോന്നിയത് ഇങ്ങനെ അഡ്രസ്സ് ഇല്ല എന്ന് മകൻ പറഞ്ഞത് അച്ഛനും അമ്മയ്ക്കും താങ്ങാനാവുന്നതിലപ്പുറമാണ്. ഇനി ആ അനിയൻ സംസാരിച്ചത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ്. അവർ ഫേസ് ചെയ്യുന്ന ഒരു പൊതുസമൂഹം, അച്ഛൻ പണിക്ക് ഇറങ്ങി പോകുമ്പോൾ എന്ത് പറ്റി, മൂത്ത മോനിങ്ങനെ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടല്ലോ, എന്താ നിങ്ങളുടെ വീട്ടിലുണ്ടായ മരുമകൾ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന ഒരു നാടൻ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ചോദ്യങ്ങളെ ഒന്നും അവഗണിക്കാനോ ചോദ്യം ചോദിച്ചവരുടെ മേരെ കോപിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലാണ് ആ അച്ഛൻ്റെ ജീവിതവും തൊഴിലും. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ടാവുന്ന വേദനയൊക്കെ ഏറ്റവും കൂടുതൽ തകർത്ത് കളഞ്ഞത് ആ അനിയനെയാണ്. അപ്പോൾ അനിയൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ഈ വീട് എൻ്റെ മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെയും അവനുണ്ടായ കുഞ്ഞിൻ്റെയും ഒക്കെ കൂടിയാണ്, ഞങ്ങളുടെ മാത്രമല്ല എന്ന് അവർ വളരെ സങ്കടത്തോടു കൂടി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും ചെറിയൊരു ഈഗോ പ്രശ്നം അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് സോൾവ് ചെയ്ത് പോകുമ്പോൾ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ നമ്മുടെ വീട്ടിലുള്ളൂ എന്ന്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പരസ്പരം കെട്ടിപ്പുണർന്നവർ ഒന്നാവാതിരുന്നത്? അതിന് തക്കതായിട്ടുള്ള എന്തോ വൃണിതമായിട്ടുള്ള കാര്യങ്ങൾ, ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ 2 ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് വേണം പറയാൻ. പല വീടുകളിലും ഒരു അനിയനോ ഒരു ജ്യേഷ്ഠനോ വിവാഹിതനായി അതിൻ്റെ കണക്ക് വരെ നാട്ടുകാർ സൂക്ഷിച്ചിട്ടുണ്ടാവും. ആ പെണ്ണ് വന്ന് കയറി 1 കൊല്ലം ആവണതിന് മുമ്പ് ആ കുടുംബം എന്നുള്ള രീതിയിലൊക്കെ വിമർശിക്കുന്ന
നാട്ടുകാരുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ ജ്യേഷ്ഠനോ അനിയനോ വിവാഹം കഴിച്ചാൽ അത് ആ പെൺകുട്ടിയുടെ കുഴപ്പം കൊണ്ടാണെന്നൊന്നും ധരിക്കരുത്. ഇതുവരെ ബ്ലഡ് റിലേഷനിൽ പെട്ട ആളുകൾ മാത്രം ജീവിച്ചിരുന്ന ഒരു കുടുംബം. പരസ്പരം അങ്ങടും ഇങ്ങടും ശീലങ്ങളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ അവർക്കറിയാം. ഇതൊന്നും അറിയാതെ വരുന്ന കയറുന്ന ഒരു പെൺകുട്ടിക്ക് ആദ്യമേ ആ അമ്മ പറഞ്ഞു കൊടുക്കുക, ദേ മോളെ, അച്ഛന് ചായക്ക് ഇത്ര ചൂട് വേണ്ട കേട്ടോ, അനിയന് ഇങ്ങനെ പറ്റില്ല കേട്ടോ, നിന്റെ ഭർത്താവിന് ഇതാണ് ശീലം കേട്ടോ. അവിടുത്തെ പട്ടിയും പൂച്ചയുണ്ടെങ്കിൽ ആ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഇതാണ് ശീലം എന്ന് പറഞ്ഞു കൊടുക്കും. എന്നാൽ മോളെ, നിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഒരമ്മയും ചോദിക്കാറില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഘടനാപരമായിട്ടുള്ള, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആവാൻ പറ്റുള്ളൂ. മരുമകളെ മരുമകളായിട്ട് കാണുക, അമ്മായിയമ്മേനെ എന്നാൽ ഇത് എൻ്റെ അമ്മയല്ലല്ലോ, ഇത് ഭർത്താവിൻ്റെ അമ്മയല്ലേ എന്ന് രണ്ട് തട്ടലായിട്ട് കാണുന്ന സാധാരണ മനുഷ്യരുൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ പിണക്കങ്ങളും വേറെ മാറിപ്പോവലും, എന്നാൽ ഒരു പക്ഷേ ഇവരായിരിക്കും ആ അച്ഛനും അമ്മേനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. ഈ കാലഘട്ടങ്ങളൊക്കെ മാറിപ്പോവും. എന്നാലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഫേസ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, ഇത്ര നാൾ അയൽവക്കക്കാരെ, കുടുംബക്കാരെ, ബന്ധങ്ങൾ, മരണം, ജനനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ജീവിക്കുന്ന ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് അവർ ഈ മധ്യവയസ്സിലും ഇതിനൊക്കെ കാരണം ഒരു മകൻ, ഒരു മരുമകൾ കാരണം ഞങ്ങളിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്നൊരു ചിന്ത തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുണ്ടാവും. ഇവരിങ്ങനെ പിണങ്ങി ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടു, അല്ലെങ്കിൽ ആ വീഡിയോ ഒരിക്കൽ പ്രവീണിനെ ഒഴിവാക്കാമായിരുന്നു. അച്ഛനും അമ്മയും വന്നിരുന്നു. ആ സമയത്ത് ഭാര്യയുടെ പ്രസവത്തിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഈ വലിയ കുടുംബ പ്രശ്നം റേറ്റിങ്ങിനായാലും അല്ലെങ്കിൽ വ്യൂസിനായാലും ഒക്കെ ഒരു പൊതു മീഡിയയിലിട്ട് തല്ലി വെളുപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് അതിന് മറുപടിയായിട്ട് വീട്ടുകാർക്ക് വന്ന് വീണ്ടും അവരുടെ വിഴുപ്പ് തള്ളേണ്ടി വന്നത്. ഇങ്ങനെ വിഴുപ്പ് തല്ലി തല്ലി വീഡിയോകളൊക്കെ ഇവിടെ കെടുക്കും. നാളെ വരുന്ന തലമുറ, ഓ അച്ഛനും കൊച്ചച്ഛനും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അച്ഛമ്മയും അച്ഛനും തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, എൻ്റെ വീഡിയോ ആണിത്. നമ്മുടെ പൊതുസമൂഹം അപ്പോഴും ഇതിനെതിരെ ഇവർക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നുള്ള, ഇവർ വലിയ പണക്കാരല്ലേ, യൂട്യൂബുകാരനെ ഇവർ പൈസക്കാരായി എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ ഇവരോട് ചോദിക്കാം, മൂത്ത മകനും ഭാര്യയും വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ഞാൻ വീഡിയോ കണ്ടിരുന്നു, എനിക്കിതേ വീഡിയോ വേറൊരാൾ കാണിച്ചു തന്നു എന്നൊക്കെയുള്ള രീതിയിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആ മാതാപിതാക്കളുടെ സങ്കടമാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.